പേരാമ്പ്രയിൽ ആളിക്കത്തി അനൗൺസ്മെന്റ് വിവാദവും സമുദായത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കലും സമുദായത്തിന്റെ പേരിൽ വോട്ട് തേടിയെന്ന പരാതിയിൽ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തകിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് കിട്ടിയെന്ന് പറയുന്നു. അതേസമയം LDF അനൗൺസ്മെന്റ് വിവാദത്തിൽ LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണന് നേരത്തെ തന്നെ നോട്ടീസ് കിട്ടിയിരുന്നു. കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നു. ഗുഡ് മോർണിംഗ് വർഷ, പറയൂ. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും പേരാമ്പ്രയിൽ ഈ അനൗൺസ്മെന്റ് വിവാദം ആളിക്കത്തുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു അനൗൺസ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള വിവാദം വന്നത്. സമുദായത്തിന്റെ പേരിൽ UDF സ്ഥാനാർത്ഥിയായുള്ള ഫാത്തിമ തഹലിയ വോട്ട് പിടിക്കുന്നു എന്നായിരുന്നു LDFന്റെ വാഹന പ്രചരണ ജാഥയിൽ നിന്നും വന്ന ആ അനൗൺസ്മെന്റ്. തുടർന്നാണ് UDF ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ ഭരണകൂടത്തിനും പോലീസിനും പരാതി നൽകിയത്. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള TP രാമകൃഷ്ണന് ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസ് നൽകിയത്. എന്നാൽ നോട്ടീസ് ഇതുവരെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സ്ഥാനാർത്ഥിയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. എന്നാൽ റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞതനുസരിച്ച് ഉടൻ തന്നെ ഈ ഒരു നോട്ടീസ് സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കേണ്ടതാണ്. സമുദായത്തിന്റെ പേരിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നു എന്നുള്ള 3 വ്യക്തികളുടെ പരാതിയിലാണ് UDF സ്ഥാനാർത്ഥിയായുള്ള ഫാത്തിമ തഹലിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിട്ടുള്ളത്. ഇതും തനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യമാണ് UDF സ്ഥാനാർത്ഥിയും പറയുന്നത്. എന്തായാലും ഈ 2 നോട്ടീസുകൾക്കും ഇരുവരും വിശദീകരണം നൽകേണ്ടി വരും. 3 ദിവസത്തിനുള്ളിൽ ഈ ഒരു നോട്ടീസിൽ വിശദീകരണം നൽകണം. സമുദായത്തിന്റെ പേരിൽ മതം പ്രചരിപ്പിച്ചുകൊണ്ട് വോട്ട് നേടുന്നു എന്നുള്ളതാണ് ഇരുവർക്കുമെതിരെയുള്ള പരാതിയായി ഉയർന്നിട്ടുള്ളത്. ഇതിൽ രണ്ടും എന്തായാലും വിശദീകരണം നൽകേണ്ടിയിരിക്കുന്നു. പേരാമ്പ്ര നമ്മൾ നോക്കുകയാണെങ്കിൽ LDFനെ സംബന്ധിച്ച് അവർക്ക് ഉറച്ച സീറ്റാണ്. അവർ കണ്ണും പൂട്ടി ആ സീറ്റ് തങ്ങളുടെയാണെന്ന് പറയുന്ന ഒരു സീറ്റാണ് പേരാമ്പ്ര. അവിടെ ഇത്തരത്തിലൊരു വിവാദം വരുമ്പോൾ അത് എങ്ങനെ TP രാമകൃഷ്ണന്റെ ജയത്തെ ബാധിക്കുമെന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. കഴിഞ്ഞ ദിവസം TP രാമകൃഷ്ണൻ പത്രസമ്മേളനം നടത്തിയിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് ഈ ഒരു വിദ്വേഷ അനൗൺസ്മെന്റുമായി ബന്ധപ്പെട്ട് LDFന് യാതൊരു പങ്കുമില്ല എന്നുള്ള കാര്യമാണ്. ഞങ്ങളുടെ വാഹനത്തിന്റെ റെക്കോർഡും ഈ അനൗൺസ്മെന്റിന്റെ PDF വേണമെങ്കിൽ തരാമെന്നുള്ള കാര്യം ഉൾപ്പെടെ TP രാമകൃഷ്ണൻ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു അന്വേഷണം നടക്കട്ടെ എന്നും അതിനോട് സഹകരിക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും LDFനെ സംബന്ധിച്ച് ഇതുപോലൊരു വിവാദം തങ്ങൾക്ക് മുമ്പിൽ ഇല്ല എന്നുള്ളതാണ് TP രാമകൃഷ്ണൻ ആവർത്തിക്കുന്നത്. അപ്പോഴും വ്യക്തമായ തെളിവുകൾ കൊണ്ടാണ് UDF സ്ഥാനാർത്ഥിയായുള്ള ഫാത്തിമ തഹലിയ ഈ ആരോപണം ഉന്നയിക്കുന്നത്. എന്തായാലും ഇനി ഈ വിഷയത്തിൽ കൂടുതൽ 2 സ്ഥാനാർത്ഥികളുടെയും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.